ധർമ്മസ്ഥല ക്ഷേത്രം തകർക്കാനും രാജ്യത്ത് കലാപത്തിനും നീക്കം നടത്തിയ യൂട്യൂബ് TV ചാനലുകൾക്കെതിരെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് പരാതി. ചാനലുകൾ നിരോധിക്കണമെന്നും ആവശ്യം. ഉടുപ്പി ചിക്മംഗ്ലൂർ മണ്ഡലത്തിലെ MP ആയ കോട്ട ശ്രീനിവാസ പൂജാരിയാണ് പരാതിക്കാരൻ. അദ്ദേഹത്തിന്റെ പരാതി ഇങ്ങനെ: രാജ്യമെമ്പാടും വ്യാപകമായി പ്രചരിച്ചതുപോലെ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥല മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തെ എതിർക്കുന്ന ഒരു സംഘം അതിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചു. മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് സംസ്ഥാന ഉപമുഖ്യമന്ത്രി പരസ്യമായി പ്രസ്താവിച്ചു. ഇടതുപക്ഷ ഗ്രൂപ്പുകളുടെ അഭ്യർത്ഥന പ്രകാരം ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്ന് ദക്ഷിണ കന്നഡ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചു. ഒരു അജ്ഞാത കുറ്റാരോപിതന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു SIT രൂപീകരിച്ചതായി റിപ്പോർട്ടുണ്ട്. കൂടാതെ മുഴുവൻ സർക്കാരും ഈ കുറ്റാരോപിതന് കീഴടങ്ങിയതായി തോന്നുന്നു. അവർ ആദരണീയരായ ഹിന്ദു ദേവതയായ ബാഹുബലിയുടെ അടിത്തട്ടിൽ പോലും വിവേചനരഹിതമായി കിടങ്ങുകൾ കുഴിക്കുന്നു. ഇത് ഭക്തരെ അസ്വസ്ഥരാക്കുന്നു. കർണാടകയിലെ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ തകർക്കാൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു മുസ്ലിം യൂട്യൂബറും കൂട്ടാളികളും വിദേശ ഫണ്ട് സ്വീകരിച്ചതായും മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിനെതിരെ ചില വ്യക്തികൾ യുദ്ധം പ്രഖ്യാപിച്ചതായും വാർത്തകൾ പ്രചരിച്ചു. അതിനായി എന്റെ കത്ത് ഗൗരവമായി പരിഗണിക്കണമെന്നും ധർമ്മസ്ഥല മഞ്ജുനാഥ സ്വാമിയെ എതിർക്കുന്നവർക്ക് ലഭിച്ച വിദേശ സാമ്പത്തിക സഹായത്തെക്കുറിച്ച് ED അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും അഭ്യർത്ഥിക്കുന്നു. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപമായുള്ള ഒരു ക്ഷേത്ര നഗരമാണ് ധർമ്മസ്ഥല. ധർമ്മസ്ഥലയിലെ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം വളരെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. 800 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ്. ശൈവ പാരമ്പര്യത്തിലുള്ള ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ വൈഷ്ണവരായ മാധവ ബ്രാഹ്മണരാണ് എന്നതും ക്ഷേത്ര നടത്തിപ്പ് ജൈനമതസ്ഥരായ ഒരു ബന്ധ കുടുംബവുമാണ് എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. അറസ്റ്റിലായ ശുചീകരണ തൊഴിലാളി മാണ്ഡ്യ സ്വദേശി CN ചിന്നയുടെ മൂത്ത സഹോദരനും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ തുടരുകയാണ്. ചിന്നയ്ക്ക് സാമ്പത്തിക നിയമസഹായം നൽകിയവരെ അടക്കം ചോദ്യം ചെയ്യും. അതേസമയം ധർമ്മസ്ഥല കേസിൽ പരാതിയിൽ നിലപാട് മാറ്റിയ സുജാത ഭട്ടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. മകളെ കാണാനില്ലെന്ന വെളിപ്പെടുത്തൽ ഭീഷണി മൂലം എന്നാണ് സുജാത ഭട്ട് പറഞ്ഞത്. അനന്യ ഭട്ട് എന്ന മകളില്ലെന്നും SITയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്നും സുജാത ഭട്ട് നേരത്തെ പറഞ്ഞിരുന്നു. ധർമ്മസ്ഥലയിൽ 100-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നായിരുന്നു വെളിപ്പെടുത്തൽ. പോലീസ് SIT വിഭാഗം ധർമ്മസ്ഥലയിലെ 17 ഇടങ്ങളിൽ കുഴിയെടുത്ത് പരിശോധിച്ച ശേഷം തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ഭക്ഷണശാല ഏകദേശം 50,000 ആളുകൾക്ക് ഭക്ഷണം നൽകുവാൻ പര്യാപ്തമാണ്. ഉത്സവകാലത്ത് 100,000 ആളുകളിലേറെ പേർക്കും ഇവിടെ ഭക്ഷണം നൽകാറുണ്ട്. വളരെ ഊർജ്ജക്ഷമതയുള്ളതും പ്രകൃതി സൗഹാർദ്ദവുമായ രീതിയിലാണ് ഇവിടുത്തെ അടുക്കള ക്രമീകരിച്ചിരിക്കുന്നത്. ഗോമതേശ്വര ബാഹുബലി പ്രതിമയാണ് ധർമ്മസ്ഥലയിലെ പ്രധാന ആകർഷണം. 1973 ഒറ്റക്കല്ലിൽ പണി കഴിപ്പിച്ച ബാഹുബലി ഭഗവാന്റെ ഒരു പ്രതിമ മഞ്ജുനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ചെറിയ കുന്നിലാണ് സ്ഥാപിച്ചത്. ഈ 39 അടി ഉയരമുള്ള പ്രതിമയ്ക്കും 13 അടിയുള്ള പീഠത്തിനും ഏകദേശം 175 ടൺ ഭാരമുണ്ട്. കർണാടകയിലെ കല്ലിൽ തീർത്ത 5 ബാഹുബലി പ്രതിമകളിൽ ഒന്നാണ് ധർമ്മസ്ഥലയിലേത്. ധർമ്മസ്ഥല ക്ഷേത്ര സമിതി ആരംഭമിട്ട ശ്രീ മഞ്ജുനാഥേശ്വര സാംസ്കാരിക പഠന കേന്ദ്രം പഴയകാല കയ്യെഴുത്തു പ്രതികളും ചിത്രങ്ങളും സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇവിടെയുള്ള മഞ്ജുഷ മ്യൂസിയത്തിൽ പുരാതന കാലത്തെ വാളുകൾ, കവചങ്ങൾ തുടങ്ങിയവയ്ക്കൊപ്പം പഴയകാലത്തെ ക്യാമറകളും അത്യപൂർവ കാറുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത്രമാത്രം സനാതന സംസ്കാരത്തെ പവിത്രതയോടെ സംരക്ഷിക്കുന്ന ഒരു ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണങ്ങളിലൂടെ പലരും ശ്രമിച്ചത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.